അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഐക്യവും സ്നേഹവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു തആല വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കുക, വ്യത്യസ്തങ്ങളായ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക, ക്രീമുകൾ തേക്കുക, മറ്റ് ഫേസ് പാക്കുകൾ ഉണ്ടാക്കി ഉപയോഗിക്കുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വ്യത്യസ്തങ്ങളായ രീതിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയും പണം ചിലവഴിക്കുന്നവരും സമയം ചിലവഴിക്കുന്നവരുമാണ് മലയാളികൾ. അല്ല എന്ന് പറയാനുണ്ടോ? അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. നല്ലത് തന്നെയാണ് ആരോഗ്യ സംരക്ഷണം. അത് ഈമാൻ, ഇസ്ലാമിൻ്റെ ഭാഗമാണ്. ആരോഗ്യത്തോടു കൂടെ ജീവിക്കുക, നമ്മുടെ ആരോഗ്യം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ചിലവഴിക്കുക, ഇബാദത്തുകളെ കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുക, എല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പരിശുദ്ധ ഇസ്ലാം ചില മാനദണ്ഡങ്ങൾ അതിനൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പ്രിയതമനാണ് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു വല്ലാത്ത സൗന്ദര്യത്തിൻ്റെ ഉടമയാണ്. സുന്ദരനാണ് അലി റളിയല്ലാഹു അൻഹു. സുന്ദരനും ആരോഗ്യവാനുമാണ് അലി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൻ്റെ യുദ്ധമുഖത്ത് പോയി കോട്ടകൊത്തളങ്ങളുടെ വലിയ കൂറ്റൻ പടുവാതിലുകളൊക്കെ ഒരു കൈകൊണ്ട് തകർത്തെറിഞ്ഞ് അകത്ത് ചെന്ന് ഇസ്ലാമിക യുദ്ധം വിജയിച്ച് തിരിച്ചു വന്ന ലോകത്തുള്ള ധീരന്മാരിൽപ്പെട്ട ആളാണ് അലി റളിയല്ലാഹു അൻഹു. അത്രയേറെ ആരോഗ്യവും ധീരതയും സുന്ദരനുമായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ച് പല രീതിയിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അലി റളിയല്ലാഹുവിൻ്റെ ഭക്ഷണ രീതി എന്താണ്, ഏതൊക്കെ രീതിയിലാണ് അലി റളിയല്ലാഹു ഭക്ഷണം കഴിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട്. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭക്ഷണത്തിൽ അലി റളിയല്ലാഹു അൻഹു എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്താണ്? ഏത് ഭക്ഷണമാണ് അലി റളിയല്ലാഹു അൻഹു കഴിക്കുന്ന ഭക്ഷണം ഏതു ഭക്ഷണമാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ഒരൽപ്പം ഉപ്പിൽ ഒന്ന് വിരൽ തൊട്ട് അത് നാവിലാക്കി അതൊന്ന് നുണയുന്ന ശീലം അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കുന്ന സമയത്തും ഇതുപോലെ ഒരൽപ്പം ഉപ്പൊന്ന് തൊട്ട് നാവിലിട്ട് നുണയുന്ന ശീലം അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ശീലമായിരുന്നു അത്. ആ ശീലം അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ആ ശീലം കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താണ്? ഉപ്പ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഫംഗസുകളെയും മറ്റ് ചെറിയ ചെറിയ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ കാരണമാകുന്ന ഒന്നാണ്. അല്ലേ? അങ്ങനെ പലതിനെയും നശിപ്പിക്കാൻ കാരണമാകുന്ന ഒന്നാണ്. 70ഓളം രോഗങ്ങളെ പ്രതിരോധിക്കാൻ കാരണമാകും ഈ രീതിയിലുള്ള ഉപ്പ് കഴിക്കുന്നത് എന്നാണ് മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കാലിൽ ഒരു സൈഡിൽ ഒരൽപ്പം നീര് വന്നു, നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ആ നീരുള്ള ഭാഗത്തൊന്ന് പിടിക്കും, അല്ലേ? നമുക്ക് തൊണ്ടവേദന വന്നു, നമ്മൾ എന്ത് ചെയ്യും? വായിൽ ഗാർഗിൾ ചെയ്യും, വെള്ളം കൊപ്പളിക്കും, ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടുകൊണ്ട്. പല്ലുവേദന വന്നു, നമ്മൾ എന്ത് ചെയ്യും? ആ ഭാഗത്ത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് നമ്മൾ കുറച്ച് ആ ഭാഗത്ത് ആ വെള്ളം തട്ടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ മുൻപ് ഉപ്പ് കഴിക്കുന്നതും ശേഷം ഉപ്പ് കഴിക്കുന്നതും, കുറേ വാരി ഉപ്പ് കഴിക്കണം എന്നല്ല, ഒരല്പം നുണയുന്നത് നമ്മുടെ വായിലും നമ്മൾ കഴിച്ച ഭക്ഷണത്തിനുമൊക്കെ ഉള്ള കീടാണുക്കളെ, അതിലൊക്കെയുള്ള ഇത്തരത്തിലുള്ള നമുക്ക് ശരീരത്തിന് മോശമായി ബാധിക്കുന്നവയെ നശിപ്പിച്ച് കളയാൻ കാരണമാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നല്ലൊരു ശീലമുണ്ടാവട്ടെ എന്നാഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.